ആദ്യ കളക്ഷൻ അപ്ഡേറ്റ് മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞ മലയാള സിനിമേൻ്റെയാണ്. 6 ദിവസമായിരിക്കുകയാണ് സിനിമ കേരളത്തിൽ റിലീസിന് വന്നിട്ട്. സിനിമേൻ്റെ 6 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക്. ആദ്യ 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 60.5 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 4-ാമത്തെ ദിവസം സിനിമ 12 ലക്ഷം, 5-ാമത്തെ ദിവസം 7 ലക്ഷം, 6-ാമത്തെ ദിവസം 7.2 ലക്ഷം. ടോട്ടൽ 6 ദിവസം കൊണ്ട് സിനിമ 87 ലക്ഷമാണ് നേടിയത്. ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം 87 ലക്ഷം, കർണാടകയിൽ നിന്ന് 2.35 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 2.85 ലക്ഷം, അങ്ങനെ ടോട്ടൽ മറ്റു ഭാഗത്തു നിന്ന് 1.75 ലക്ഷം. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ നേടിയത് 93.95 ലക്ഷമാണ്. വളരെ മോശമായ ഒരു കുറഞ്ഞൊരു പെർഫോമൻസ് തന്നെയാണ് പടത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് നമ്മുടെ മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. 1 കോടി പോലും തികച്ച് കാണാൻ സാധിക്കുന്നില്ല സിനിമയുടെ ഡൊമസ്റ്റിക് കളക്ഷൻ പോലും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത കളക്ഷൻ നമ്മുടെ ടി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് പടം റിലീസിന് വന്നിട്ട്. സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ് പരിശോധിക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ജീവൻ്റെ സിനിമയ്ക്ക് 30.76 CR ആണ് കാണാൻ സാധിക്കുന്നത്. 30.76 ലക്ഷം. കർണാടകയിൽ 1.93 ലക്ഷമാണ്. കേരളത്തിലെ സിനിമയ്ക്ക് 1.18 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സിനിമയ്ക്ക് 42 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം 34.29 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടൽ 14 ദിവസത്തെ സിനിമേൻ്റെ ഓവർസീസ് പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് 3.18 കോടിയാണ് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ കാണുന്നത്. 14 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് 37.47 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. 37.47 ലക്ഷം. ടി എന്ന് പറഞ്ഞ സിനിമ നിലവിൽ 40 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും ഫൈനൽ റണ്ണിങ് ഒരു 50 കോടി കിട്ടിക്കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. 10 കോടി മാത്രമാണ് സിനിമേൻ്റെ ബഡ്ജറ്റ് കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയർ മാത്രം 17 കോടിയുടെ അടുത്ത് കാണുന്നുണ്ട്. നിലവിലെ സിനിമയിലെ ചെലവ് റിക്കവർ ആയത് 170% അടുത്ത് കാണുന്നുണ്ട്. പിന്നെ സിനിമേൻ്റെ തിയേറ്റർ പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 7 കോടിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സിനിമേൻ്റെ പ്രൊഡ്യൂസറിന് സത്യം പറഞ്ഞാൽ 10 കോടി സിനിമ ഓൾമോസ്റ്റ് ഇപ്പം തന്നെ ആയിട്ട് 30 കോടിൻ്റെ മുകളിൽ സിനിമ വാരിയെടുക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു മെഗാ പ്രോഫിറ്റ് തന്നെയാണ് ടി എന്ന് പറഞ്ഞ സിനിമ സമ്മാനിച്ചിരിക്കുന്ന നിർമ്മാതാവിന്. എന്തായാലും നിതേഷ് സഹദേവിൻ്റെ ഒരു നല്ലൊരു വിജയം തന്നെയാണ് തമിഴ്നാട്ടിൽ പോയിട്ട് ടി എന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ കളക്ഷനായിട്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മലയാള സിനിമ പണ്ട് റിലീസ് ചെയ്ത് വീണ്ടും റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു, റൺ ബേബി റണ്ണ്. നമ്മുടെ അമല പോളും ലാലേട്ടനും അഭിനയിച്ച സിനിമയായിരുന്നു അത്. സിനിമേൻ്റെ ഫൈനൽ ക്ലോസിംഗ് അപ്ഡേറ്റ് തന്നെയാണ് വേൾഡ് വൈഡ്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ ഫൈനലായിട്ട് 10.6 ലക്ഷമാണ് കരസ്ഥമാക്കിയത്. വേൾഡ് വൈഡ് 11.65 ലക്ഷം. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ അനാവശ്യമായൊരു വീണ്ടും റിലീസിന് വന്നതാണ്. കാരണം ആരാണ് ചോദിച്ചത് ഈ ഒരു പടം റിലീസ് ചെയ്യാനായിട്ട്? അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ പരാശക്തി എന്ന് പറഞ്ഞ നമ്മുടെ ശിവകാർത്തികേയൻ സിനിമേൻ്റെ 19 ദിവസത്തെ തന്നെയാണ്. പടം റിലീസിന് വന്നിട്ട് നല്ലൊരു അഭിപ്രായം ആയിരുന്നില്ല സിനിമ ആദ്യ ദിവസമേ നേടിയെടുത്തു. ഒരു നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സുധാ കൊങ്കറയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ തമിഴ്നാട് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 19 ദിവസം കൊണ്ട് 56.28 ലക്ഷമാണ്. കേരളത്തിലെ സിനിമയ്ക്ക് 1.36 ലക്ഷം. കർണാടക 4.75 ലക്ഷം. റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 70 ലക്ഷമാണ്. ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം ഡൊമസ്റ്റിക് ആയിട്ട് 63.9 ലക്ഷമാണ് കരസ്ഥമാക്കിയത്. ഇനി സിനിമേൻ്റെ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷനാണ് ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 22.80 ലക്ഷമാണ്. ടോട്ടൽ വേൾഡ് വൈഡ് സിനിമ 19 ദിവസം കൊണ്ട് 85.89 ലക്ഷമാണ്. സത്യം പറഞ്ഞാൽ സിനിമ ഓൾമോസ്റ്റ് പലയിടങ്ങളിലും വാനിഷ് ആവുന്നുണ്ട്. ഇപ്പം നിലവിൽ സിനിമ പരിശോധിക്കുമ്പോൾ ഒരു ഫൈനൽ കളക്ഷനായിട്ട് ഒരു 100 കോടിയെങ്കിലും ലഭിച്ച സിനിമയ്ക്ക് ലോട്ടറി തന്നെയാണ്. കാരണം സിനിമയ്ക്ക് 150 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത്. ഇതിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ലഭിച്ചത് ഇതുവരെയായിട്ട് അപ്രോക്സ് 38.50 കോടിൻ്റെ അടുത്താണ്. നിലവിലെ സിനിമയുടെ ചെലവ് റിക്കവറി ആയത് വെറും 25.66% എങ്ങാണ്ടാവാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, പടം തിയേറ്ററുകളിൽ എന്തായാലും വൻ ഫ്ലോപ്പ് തന്നെയാണ്. ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ദുരന്തമായിട്ടുണ്ട്. കാരണം സിനിമേൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ചെലവ് തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതും ഓൾമോസ്റ്റ് 150 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ഇനി സിനിമയുടെ നിർമ്മാതാവിന് സിനിമ പ്രോഫിറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ലാഭമാവണമെങ്കിൽ സിനിമേൻ്റെ നോൺ തിയേറ്ററുകൾ റൈറ്റ്സിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ. ഈ സാറ്റലൈറ്റ് OTT മ്യൂസിക് ഒക്കെ ആയിട്ട് ഒരു 110 കോടി സിനിമയ്ക്ക് കിട്ടുവാണെങ്കിൽ സിനിമ ഒരു പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ നിർമ്മാതാവിന്. എന്നാലേ സിനിമ ഫൈനാൻഷ്യലി ആയിട്ട് സിനിമ സക്സസ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ സിനിമ ഒരു ഡിസാസ്റ്ററിൽ അവസാനിക്കും. നമ്മുടെ ശിവകാർത്തികേയന് പരാശക്തി എന്ന സിനിമ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ടു ചാനൽ.